ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വരുന്നത്. ആ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു പാലസിലാണ് ഞാൻ നിൽക്കുന്നത്, കൊട്ടാരം. പുലിത്തേവൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് നെൽക്കത്തിൽ സേവൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും കണ്ടില്ലേ, പുലിത്തേവൻ. ഇദ്ദേഹം ഭയങ്കര ഒരു യോദ്ധാവായിരുന്ന ഒരു രാജാവും യോദ്ധാവും കൂടെയായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു വലിയ യോദ്ധാവായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ധീര നേതാവായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശിലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്വർണ്ണ കളറിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു സ്റ്റാച്ചുവാണ് ഈ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പാലസിൻ്റെ അകത്തോട്ട് കയറാനുള്ള ഒരു കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പുറത്ത് നമ്മൾ കണ്ടല്ലോ, ചെറിയൊരു ഗാർഡൻ ഉണ്ട്. അത്ര വലിയ ഗാർഡനൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഇതുപോലത്തെ പല വ്യത്യസ്തമായിട്ടുള്ള ചെടികളൊക്കെ ഉള്ള ഒരു ഗാർഡനാണ്. പിന്നെ ഗാർഡൻ്റെ ആണ്. അപ്പോൾ അടുത്തു നിന്ന് തന്നെ നമുക്ക് പാലസിൻ്റെ അകത്തോട്ട് പോകുന്ന കവാടം നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിൽ. ഇദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1700കളിലാണ്. അതായത് 16-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്നുണ്ടായിരുന്ന എല്ലാ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും ഇവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പഴയ കൊട്ടാരത്തിൻ്റെ ചരിത്രവും കഥകളും ഒക്കെ അടങ്ങിയ ഫോട്ടോസാണ് അവരിങ്ങനെ ചില്ലിൽ ഇട്ട് വച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ പുതിയതായിട്ട് കുറച്ച് പഴയ പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ നിർമ്മിച്ച് ഇപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു വൃത്തിയുള്ള ഒരു കൊട്ടാരമാക്കി ഇട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന കാര്യങ്ങൾ ഈ അദ്ദേഹത്തെ പറ്റിയുള്ള കഥകളും അദ്ദേഹത്തിൻ്റെ വീരചരിത്രങ്ങളും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കത്രയ്ക്ക് അറിയില്ല എന്താ എഴുതിയേക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ അദ്ദേഹത്തെ പറ്റിയുള്ള എല്ലാ ചരിത്രങ്ങളും ഇതിലെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല വൃത്തിയുള്ള ഒരു പഴമ തോന്നുന്ന ഒരു കൊട്ടാരമാണ് ഇദ്ദേഹത്തിൻ്റെ. ഇത് കണ്ടോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ രാജപീഠം. അതായത് അദ്ദേഹം പ്രശ്നങ്ങളൊക്കെ, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ, അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്നുണ്ടാക്കിയ പ്രശ്നങ്ങളെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പീഠമാണ്. അതിപ്പോഴും പഴയതാണ്, ഇപ്പോഴും പുതുമ പോലെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഫർണിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെയാണ്. ഇതിന് ചുറ്റും കെട്ടി നല്ല വൃത്തിയാക്കി ഇതിനെ വളരെയധികം സൂക്ഷിച്ചിരിക്കുകയാണ്. നല്ല പീഠമൊക്കെ നല്ല വൃത്തിയാക്കി പോളിഷൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു രാജസദസ്സെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് പുലിത്തേവൻ, നമ്മുടെ ധീര യോദ്ധാവ്. അടിപൊളിയല്ലേ, വാളും പരിചയമൊക്കെ ആയിട്ട് ഉള്ള നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ധീര യോദ്ധാവിൻ്റെ പടമാണ്. ഈ ധീര യോദ്ധാവിൻ്റെ പല പല കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം വേട്ടയാടിയത്, പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത്, അങ്ങനെ കുറേ കാര്യങ്ങളുടെ ഫോട്ടോസ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ വരുമ്പോൾ പുലിത്തേവനെ പറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ധീരത ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അദ്ദേഹം പാവങ്ങളെ സഹായിച്ചതും, ഈ കൊട്ടാരം കെട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ സഹായിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ചതും, അതുപോലെ തന്നെ അതിനുവേണ്ടി ഒത്തിരി പ്രയത്നിച്ചതും ഒക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരുന്നതും
ഞാൻ കുറച്ച് മുമ്പേ കാണിച്ചില്ലേ രാജസദസ്സ്, അവിടെ വെച്ചാണ് ശിഷ്യയജ്ഞം നടപ്പാക്കിയത്.